അപ്പോൾ പലപ്പോഴും ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഇതാണ്. അത് ഇങ്ങനെ ഒരേ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടത് ഭയങ്കര ബോറാണ്. ഞാൻ 5 വർഷമായിട്ട് ശാസ്ത്രമംഗലത്ത് ഉപനിഷത്ത് മാത്രമേ പഠിപ്പിക്കുകയുള്ളെന്ന് വാശി പിടിച്ച് പഠിപ്പിക്കുകയാണ്. ഒരു വലിയൊരു സന്യാസി എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. ഇപ്പോഴും തുടരുന്നു. പഴയ ആൾക്കാരെല്ലാം ഇപ്പോഴും ഉണ്ട്. 5 വർഷം കഴിഞ്ഞ് ഇപ്പോഴും പഴയ ആളിലെല്ലാം വരുന്നുണ്ട്. ഈശാവാസ്യം കഴിഞ്ഞു, പിന്നെ കേനം കഴിഞ്ഞു, കഠോപനിഷത്ത് കഴിഞ്ഞു, മാണ്ഡൂക്യോപനിഷത്ത് കഴിഞ്ഞു, കൊച്ചുപനിഷത്തെല്ലാം തീർന്നുപോയി. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഛാന്തോക്യോപനിഷത്ത് എന്ന് പറയുന്ന ഭയങ്കര ഒരു ഖനിക്കകത്ത് ചെന്ന് പെട്ടിരിക്കുകയാണ്. എന്ന് പുറത്ത് ചാടുമെന്ന് പറയാൻ പറ്റുകയില്ല. അപ്പോൾ പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകൾ, വേറെ അധികമൊന്നും പഠിക്കേണ്ട. രാമകൃഷ്ണദേവൻ പറഞ്ഞിട്ടുണ്ട്, അറിയാൻ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം ഒരു കഥ പറയും. കൽക്കട്ടയിൽ ജോലിയുള്ള മകൻ അമ്മയൊരു കത്തയച്ചു. പകൽ ജോലി തിരക്കാണ്, യജമാനൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കത്ത് എവിടെ എടുത്ത് വെച്ചു, അത് മറന്നും പോയി. വൈകുന്നേരം ജോലിയെ കഴിഞ്ഞപ്പോഴാണ് ഓർത്ത്, അയ്യോ അമ്മയുടെ കത്തയച്ചല്ലോ, അതെനിക്ക് എവിടെയാണ് വച്ചും പോയി. വലിയ പാടുപെട്ട് അതിനെ കണ്ടുപിടിച്ചു. തുറന്നു നോക്കിയപ്പോൾ എന്താ കണ്ടത്, ദുർഗാപൂജ വരുന്നു, നീ വീട്ടിൽ വരണം, വീട്ടിൽ വരുമ്പോൾ ഒരു മൽമൽ മുണ്ടും സന്ദേശം, ഒരു പലഹാരം കുട്ടികൾക്ക് കൊടുക്കാൻ സന്ദേശം കൂടെ വാങ്ങിക്കൊണ്ട് വരണം. 4 കാര്യങ്ങളെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ഒന്നെന്താണ്, ദുർഗാപൂജയാണ്, നീ വരണം. 2, പിന്നെ വരുമ്പോൾ ഒരു മൽമൽ മുണ്ടും സന്ദേശം വാങ്ങിക്കൊണ്ട് വരണം. 4 കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു പാവപ്പെട്ട തൊഴിലാളിയാണേ, അപ്പോൾ അവൻ ഈ കാര്യങ്ങൾ പോകാൻ തീരുമാനിച്ചു. പിന്നെ അപ്പോൾ ഒരു മൽമൽ മുണ്ട് വാങ്ങിച്ചു, സന്ദേശം വാങ്ങിച്ചു, വണ്ടി കയറി വീട്ടിലെത്തി. ഏതാണ്ട് ഇതുപോലെ ഉള്ളൂ ആധ്യാത്മിക ചര്യ. അറിയാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ അറിഞ്ഞ കാര്യങ്ങൾ അനുസന്ധാനം ചെയ്യുക, അത് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ല ക്രിക്കറ്റ് കാണുന്ന രീതിയിൽ ആധ്യാത്മികത പഠിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതൊരു തരം മയക്കുമരുന്നിൻ്റെ പ്രയോജനം ചെയ്യും. പകൽ വീട്ടിലിരുന്ന് ഉറങ്ങണേക്കാളും നല്ലത് ഭാഗവത ക്ലാസ്സിൽ ചെന്നിരുന്ന് കേട്ടുകളയാം എന്ന് വിചാരിക്കുന്ന ധാരാളം പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. അവരാരും തന്നെ അനുഷ്ഠാനം ചെയ്യുന്നവരല്ല. പിന്നെയോ ക്രിക്കറ്റ് കാണുന്ന കാണികളെ പോലെ. ക്രിക്കറ്റ് കളിക്കുന്നവൻ്റെ ആനന്ദം വേറെ, ക്രിക്കറ്റ് കാണുന്ന ആളുകളുടെ ആനന്ദം വേറെ. അപ്പോൾ ആധ്യാത്മികത എന്ന് പറയുന്നത് അനുഷ്ഠിക്കാനുള്ളതാണ്. അതല്ലാതെ വാദപ്രതിവാദങ്ങൾ കേൾക്കാനോ അതല്ലെങ്കിൽ നമുക്ക് കാണാതെ പഠിച്ചു വയ്ക്കാനോ അതല്ലെങ്കിൽ ദിവസവും ഇങ്ങനെ കേട്ടിട്ട് മറന്നു പോകാനോ ഉള്ള കാര്യമല്ല. അനുഷ്ഠാനമില്ലെങ്കിൽ ഏത് ആധ്യാത്മിക ചര്യയും വന്ധ്യമായൊരു കർമ്മമായിട്ട് പരിണമിച്ചു പോകും. അതുകൊണ്ട് ഈ ഉള്ള 1180 ഉപനിഷത്തുകളെക്കുറിച്ചോ അതിൽ ഗവേഷകർ കണ്ടുപിടിച്ച 200 ഉപനിഷത്തുകളെക്കുറിച്ചോ അതിൽ അച്ചടിച്ച് വന്ന 109 ഉപനിഷത്തുകളെക്കുറിച്ചോ ഒന്നും നമ്മളധികം ആലോചിക്കേണ്ട. ശ്രീശങ്കര ഭഗവത് പാദർ കൈകാര്യം ചെയ്ത 10 ഉപനിഷത്തുകളെ മാത്രം നോക്കിയാൽ മതി. മഹാത്മാഗാന്ധി പറയുന്നത് ഒരൊറ്റ ഉപനിഷത്തിനെ മാത്രം നോക്കിയാൽ മതി എന്നാണ്. ഈ എല്ലാ ഹിന്ദു മതഗ്രന്ഥങ്ങളും നശിച്ചു വന്നിരിക്കട്ടെ, ഈശാവാസ്യോപനിഷത്തിലെ ആദ്യ മന്ത്രം മാത്രം അവശേഷിച്ചാലും ബാക്കിയെല്ലാം നശിച്ചു പോയി. ഈശാവാസ്യോപനിഷത്തിലെ ആദ്യ മന്ത്രം മാത്രം അവശേഷിച്ചാൽ മതി, ഹിന്ദുമതം നിലനിന്നോളൂ എന്നാണ്. അപ്പോൾ അത്ര പ്രധാനമാണ് അനുഷ്ഠാനത്തിനുള്ള പങ്ക്. അറിയാനുള്ള കാര്യങ്ങൾ കുറച്ചുള്ളത് നമ്മൾ ആദ്യമങ്ങ് അറിയുക. അപ്പോൾ അതുകൊണ്ട് ഈ 10 ഉപനിഷത്ത് മതി, അത് തന്നെ കൂടുതലാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഉപനിഷത്ത് നമ്മൾ നല്ലവണ്ണം പഠിച്ച് അനുഷ്ഠിച്ചാൽ മതി, നമുക്ക് നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഈ 10 ഉപനിഷത്തുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം. അത് ഏതേത് വേദങ്ങളിൽ ഉൾക്കൊള്ളുന്നവയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഋഗ്വേദ അന്തർഗതമായ
അല്ലെങ്കിൽ ഋഗ്വേദത്തിലെ ആരണ്യകത്തിൻ്റെ മധ്യഭാഗമാണ്. അവസാനമല്ല, ഋഗ്വേദത്തിലെ ആരണ്യകത്തിൻ്റെ മധ്യഭാഗമാണ് ഐതരേയോപനിഷത്ത്. ഐതരേയ മഹീദാസൻ എഴുതിയ ഐതരേയ ഉപനിഷത്ത്. യജുർവേദത്തിന് 2 ശാഖകളുണ്ട്, ശുക്ല യജുർവേദവും കൃഷ്ണ യജുർവേദവും. അല്ലെ, ശുക്ല യജുർവേദത്തിലെ 2 ഉപനിഷത്തുകളാണ് ഈശാവാസ്യോപനിഷത്തും ബൃഹദാരണ്യകോപനിഷത്തും. അപ്പോൾ ഈശാവാസ്യം കൃഷ്ണ യജുർവേദ സംഹിതയുടെ അവസാന ഭാഗത്ത് വരുന്നതാണ്. ബൃഹദാരണ്യകോപനിഷത്ത് ബ്രാഹ്മണത്തിൻ്റെ അവസാന ഭാഗത്താണ് വരുന്നത്. ഇനി കൃഷ്ണ യജുർവേദത്തിലെ 2 ഉപനിഷത്തുകളാണ് തൈത്തരീയോപനിഷത്തും കഠോപനിഷത്തും. കൃഷ്ണ യജുർവേദത്തിലെ 2 ഉപനിഷത്തുകളാണ് തൈത്തരീയോപനിഷത്തും കഠോപനിഷത്തും. ഛാന്തോഗ്യോ ഉപനിഷത്തും കേനോപനിഷത്തും സാമവേദ അന്തർഗതങ്ങളാണ്. മാണ്ഡൂക്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, പ്രശ്നോപനിഷത്ത് എന്നിവ അഥർവ വേദ അന്തർഗതങ്ങളുമാണ്. നമ്മുടെ അത് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സമൂഹം അത്യന്തം ശ്രേണീബദ്ധമാണ്. നമുക്കറിയാം, ഇന്ന് മാത്രമല്ല പണ്ടും, പ്രത്യേകിച്ചും 19-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ആ ശ്രേണീബദ്ധത അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ വഴി നടക്കുമ്പോൾ താണജാതിക്കാരൻ ഒരുവൻ വന്നാൽ അവൻ അവിടുന്ന് ഓടിപ്പൊയ്ക്കൊള്ളണം, അല്ലെങ്കിൽ ഇയാളെ ആ ചീത്ത ബാധിക്കും, ഇല്ലേ? തൊട്ടുകൂടായ്മ, തീണ്ടൽ, ഇതെല്ലാം ഉള്ളൊരു ശ്രേണീബദ്ധമായ സമൂഹമാണ് നമ്മുടേത്. അതിലിന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എല്ലാവരുടെയും മനസ്സിൽ ആ ശ്രേണീബദ്ധമായ ചിന്താഗതികൾ ഇന്നും വളരെ രൂഢമൂലമായി നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഉപനിഷത്തുകൾ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഉപനിഷത്തുകളിലും ഈ പറയുന്ന ശ്രേണീബദ്ധമായ സമൂഹത്തിനെ അനുകൂലിക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങളുണ്ടോ? ജാതീയവും സാമ്പത്തികവും ലൈംഗികവുമായ വകഭേദങ്ങളെ അംഗീകരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉപനിഷത്തുകളിലുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? കാരണം ഉപനിഷത്തുകളാണ് നമ്മുടെ മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്. എന്താ പ്രശ്നം? എല്ലാ മതക്കാരും അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലുള്ള അടിസ്ഥാന തത്വങ്ങളെ ആദ്യമേ തന്നെ അങ്ങ് കളയും. പിന്നെ അതിൻ്റെ പുറന്തോടുമായിട്ടായിരിക്കും ജീവിക്കുക. ഉപനിഷത്തുകൾ യാതൊരു തരത്തിലുള്ള ശ്രേണീബദ്ധതയെയും യാതൊരു തരത്തിലുള്ള വകഭേദങ്ങളെയും അംഗീകരിക്കുന്നില്ല. ഉപനിഷത് ഋഷി അങ്ങ് പുരപ്പുറത്ത് കയറിയെന്ന് വിളിച്ചു പറയുന്നത് എന്താണ്? എല്ലാ മനുഷ്യരും വരിക, നിങ്ങൾക്കെല്ലാം ഈശ്വര സാക്ഷാത്കാരം നേടാം, വരൂ വരൂ എന്നാണ് വിളിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ തൊണ്ടയിൽ ക്യാൻസർ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴും അദ്ദേഹം ഒരു ദിവസം 9 മണിക്കൂർ ആളുകളോട് സംസാരിക്കും. എന്തിനാണ് സംസാരിക്കുന്നത്? അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയോജനം കിട്ടാൻ വേണ്ടിയാണോ? താൻ കണ്ടെത്തിയ ആധ്യാത്മിക രഹസ്യം കഴിയുന്നത്ര ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനുള്ള ത്വരയാണ്. ഇത് ഏത് മഹാഋഷിയുടെയും ആന്തരിക ത്വരയാണ്. എല്ലാ മനുഷ്യരും തന്നെപ്പോലെ ഈശ്വര സാക്ഷാത്കാരം നേടണം എന്നുള്ളത് ഋഷിമാരുടെ ഈ ഈശ്വര സാക്ഷാത്കാരം നേടിയവരുടെ ഏറ്റവും വലിയ പ്രേരണയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാർ ഈശ്വര സാക്ഷാത്കാരം നേടി എവിടെയെങ്കിലും ഇരിക്കാതെ ജനങ്ങളുടെ ഇടയ്ക്കിറങ്ങി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഉച്ച നീചത്വങ്ങളെയും ഉപനിഷത്തുകൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അതിനെന്തെങ്കിലും തെളിവുണ്ടോ ഉപനിഷത്തുകളിൽ തന്നെയെന്ന് ചോദിച്ചാൽ ധാരാളം തെളിവ് പറയാൻ സാധിക്കും. കൂടുതൽ പറഞ്ഞാൽ നമ്മളെ പുറകിലായി പോകും. എന്നാൽ ഒന്ന് ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐതരേയ മഹീദാസനാണ്.
ഐതരേയ ഉപനിഷത്ത് എഴുതിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഐതരേയൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇതരയുടെ മകൻ. ഇതര എന്ന് പറഞ്ഞാൽ ശൂദ്ര സ്ത്രീ. ശൂദ്ര സ്ത്രീയുടെ മകൻ ശൂദ്രനാണ് അല്ലേ. പിന്നെ മഹീദാസൻ എന്ന് പറഞ്ഞാലോ, ഈ കലവും കുടവും ഒക്കെ ഉണ്ടാക്കി ജീവിതം നയിച്ചിരുന്ന ആൾ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പിന്നോക്ക ജാതിക്കാരനായ ഒരു ഋഷിയാണ് ഏറ്റവും പ്രാചീനമായ ഐതരേയോപനിഷത്ത് എഴുതിയത്. വേദവ്യാസൻ്റെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലും ഉജ്ജ്വലമായൊരു ഉദാഹരണം ഞാൻ പറയാം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും വിജ്ഞാനവും ഒന്നും പാടില്ല എന്ന് പറഞ്ഞൊരു സമൂഹത്തിലാണ് ബുദ്ധനും 1000 2000 വർഷങ്ങൾക്ക് മുമ്പ് മൈത്രേയി എന്ന ഒരു സ്ത്രീ, ഒരു ഈശ്വരാന്വേഷകയാണ്. അവർ ഒരു ദിവസം രാവിലെ യാജ്ഞവൽക്യൻ്റെ ആശ്രമത്തിലെത്തി. അതിഥി ദേവോഭവ എന്നല്ലേ. യാജ്ഞവൽക്യൻ്റെ ഭാര്യ കാത്യായനി അല്ലെങ്കിൽ ഗാർഗി പുറത്തിറങ്ങി വന്ന് ഈ ചെറുപ്പക്കാരി സുന്ദരിയായ സ്ത്രീയെ വീട്ടിലേക്ക് സ്വീകരിച്ചു. എന്തിനു വന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മഹാഗുരുവിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണം. സംസാരിച്ചു തുടങ്ങിയപ്പം കാര്യം വളരെ നിസ്സാരമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ യാജ്ഞവൽക്യനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ യാജ്ഞവൽക്യൻ പറഞ്ഞു, ഇത്തരം വലിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാൻ 1-2 ദിവസം കൊണ്ട് പറ്റില്ല, വളരെ കാലം വേണ്ടി വരും, അവരിവിടെ താമസിക്കേണ്ടി വരും. അപ്പോൾ ഗാർഗി പറഞ്ഞു, അങ്ങനെ താമസിക്കാൻ വകുപ്പില്ലല്ലോ. ഒരു സ്ത്രീക്ക് ഒരു കാരണവശാലും പരപുരുഷൻ്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ലല്ലോ. വലിയ പ്രശ്നമായല്ലോ. യഥാർത്ഥ സാധകയാണ് വന്നിരിക്കുന്നത്, അറിവ് തേടി വന്നിരിക്കുകയാണ്, നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ ഗാർഗി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, യാജ്ഞവൽക്യൻ മൈത്രേയിയെ വിവാഹം കഴിക്കട്ടെ, പ്രശ്നം തീർന്നല്ലോ, പിന്നെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാമല്ലോ. അങ്ങനെ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയാണ്. ഇതുപോലൊരു ആദ്യ രാത്രി മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി ഒരു കാലത്തും ഉണ്ടാവുമെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. കൊളുത്തി വെച്ച നിലവിളക്കിൻ്റെ സമീപത്തായിട്ട് മുഖാമുഖമായി യാജ്ഞവൽക്യനും മൈത്രേയിയും ഇരിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കാണാവുന്ന രീതിയിൽ, അവരുമായിട്ട് സംസാരിക്കാവുന്ന രീതിയിൽ ഗാർഗി നിലവിളക്കിന് അവിടെ അഭിമുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ രാത്രി 8 മണിയായെന്ന് കൂട്ടിക്കൊള്ളൂ, സമയമൊന്നും അവിടെ പറയുന്നില്ല. ഈ വൻ സാധക യാജ്ഞവൽക്യനോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യാജ്ഞവൽക്യൻ അതിന് മറുപടി പറയുന്നു. അതിനുള്ള തർക്കം മൈത്രേയി പറയുന്നു. ഈ ചർച്ച പുലരുവോളം നടന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ആരാ ഇതൊക്കെ പറയുന്നത്? സാക്ഷാൽ മൃഗധാരണ്യക ഉപനിഷത്തിൻ്റെ ഒരു പ്രധാന ഭാഗം യാജ്ഞവൽക്യനും മൈത്രേയിയും കൂടെ ആദ്യ രാത്രിയിൽ നടത്തിയ ഈ വേദാന്ത ചർച്ചയാണ്. ആര് പറഞ്ഞു സ്ത്രീക്ക് വേദാന്തം പഠിച്ചുകൂടാന്ന്? എത്ര ഗാർഗിയും വലിയ പണ്ഡിതയാണ്. അതാണല്ലോ അവരും കൂടെ ഒരു അമ്പയറായിട്ട് അവരുടെ രണ്ടുപേരും ഇടയ്ക്കിരുന്നത്. അപ്പോൾ ഈശ്വരാന്വേഷകകളായ സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു കാലത്തും ഒരു കുറവും ഉണ്ടായിട്ടില്ല. സാക്ഷാൽ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഗുരുവായിട്ടൊരു ഭൈരവി ബ്രാഹ്മണി ഉണ്ടായിരുന്നു, ആദ്യത്തെ ഗുരു. പിന്നെയാണ് മറ്റുള്ളവരൊക്കെ വന്നത്. രാമകൃഷ്ണദേവൻ അവതാരമാണെന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ഭൈരവി ബ്രാഹ്മണിയാണ്. അപ്പോൾ ആ സ്ത്രീക്കാണ് ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പിന്നെ പല സ്മൃതികളും പലരും എഴുതി വച്ചത്. എപ്പോഴും അങ്ങനെയാണ്, ഏത് മതത്തിലും അങ്ങനെയാണ്. യഥാർത്ഥ തത്വങ്ങൾ കാലപ്രവാഹത്തിൽ ഒലിച്ചു പോവുകയും ആഭാസകരമായ കാര്യങ്ങൾ മതങ്ങളിൽ കടന്നുകൂടുകയും ചെയ്യും. ഉപനിഷത്തുകൾ മനുഷ്യജീവിതത്തിൻ്റെ സന്മാർഗികതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സാന്മാർഗികത ഇല്ലാത്ത ഒരാളിന് ഈശ്വരാന്വേഷണം നടത്താൻ ഒരു കാരണവശാലും പറ്റുകയില്ലെന്നാണ് ഉപനിഷത്തുകൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഉപനിഷത്ത് പഠിക്കാൻ പോകുന്നയാളിന് ആദ്യമായിട്ട് എന്താ വേണ്ടത്?
ജിജ്ഞാസ വേണം, അറിയാനുള്ള മൈത്രേയിയുടെ ജിജ്ഞാസ കണ്ടില്ലേ? അറിയാനുള്ള താല്പര്യം വേണം. പിന്നെ അറിവ് പറഞ്ഞു തരുമ്പോൾ അത് ശ്രദ്ധാപൂർവം കേൾക്കണം, നല്ല ശ്രദ്ധ വേണം. പിന്നെ കേട്ടാൽ പോരാ, പിന്നെ അത് ഉൾക്കൊള്ളണം. അതാണ് ഏറ്റവും പ്രയാസമുള്ള ഭാഗം. അതിന് തപസ് വേണം, സർവോപരി ബ്രഹ്മചര്യം വേണം. അപ്പോൾ യഥാർത്ഥ ഉപനിഷത്ത് പഠിതാവിന് വേണ്ട 4 പ്രധാന ഗുണങ്ങളാണിവയെല്ലാം: ജിജ്ഞാസ, ശ്രദ്ധ, തപസ്, ബ്രഹ്മചര്യം. അപ്പോൾ ആധ്യാത്മ ചിന്തകളിൽ മനുഷ്യന് എത്തിച്ചേരാവുന്ന ഔന്നത്യത്തിൻ്റെ പാരമ്യത്തെയാണ് ഉപനിഷത്തുകൾ കാണിക്കുന്നത്. ഉപനിഷത്തുകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. എത്ര ഫ്ലവറി ലാംഗ്വേജ് ഉപയോഗിച്ചാലും ഉപനിഷത്തുകളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായിട്ടൊരു വിവരണം തരിക സാധ്യമല്ല. അനുഭവിച്ച് തന്നെ ഉപനിഷത്തുകൾ അറിയണം നമ്മൾ. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉപനിഷത്തുകളിൽ ഉത്തരം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ? ഞാൻ ആരാണ് എന്നാണ് ആദ്യമേ ആ ഉപനിഷത്ത് ഋഷി ചോദിക്കുന്നത്. പിന്നെ എവിടെ നിന്ന് വന്നു? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ തീരുമോ? ഒരിക്കലും തീരുകയില്ല. അതെവിടെ നിന്ന് വന്നു എന്ന് ചോദ്യം വരും അല്ലേ? പിന്നെ അപ്പോൾ ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, ഇനി എങ്ങോട്ട് പോകുന്നു? വളരെ അടിസ്ഥാനപരമായ 4 ചോദ്യങ്ങളാണ് ഇവ. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് സമാധാനം കണ്ടുപിടിക്കാൻ